കിടക്കാച്ചി പാടാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കൃഷികളുണ്ട്. ഇവിടെ അടിപൊളി സ്പോട്ടാണ്. ജനുസാൻ എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര്, ജനുസാൻ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബഹ്റൈൻ ഡയറീസ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫാമിലാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ക്യാബേജ് ആണ് കേട്ടോ, ക്യാബേജ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബുദ്ധയിലുള്ള ജനുസാൻ എന്ന് പറഞ്ഞൊരു ഫാമിലാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കൃഷികളുണ്ട്. എന്താ പറയുക, തക്കാളി ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ അതുപോലെ കോളിഫ്ലവർ, പിന്നെ ബ്രോക്കോളി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഫാമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ബഹ്റൈനികളൊന്നും അധികം ഒന്നും കൃഷി ചെയ്യില്ലാന്ന്, പക്ഷെ ഇവർ കൃഷിനെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എന്താണെന്നറിയോ, നാട്ടിലേക്കാട്ടിലും കൃഷിയാണ് കേട്ടോ. ഇതേ കണ്ടതിൻ്റെ പുറകിൽ നിറച്ച് കൃഷി പാടങ്ങളാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഈ കൃഷി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായും കാണണേ. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇത് ബ്രോക്കോളിയാണ് കേട്ടോ. ബ്രോക്കോളി കഴിഞ്ഞ വീഡിയോയിൽ ആരോ എന്നെ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു, ബ്രോക്കോളി അല്ല ബ്രോക്കോളി ആണെന്ന്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ബീട്രൂട്ട് നടുന്നുണ്ട് കേട്ടോ. ഇത് ബീട്രൂട്ടിൻ്റെ ഇല കേട്ടോ, കണ്ടോ. ഇപ്പം ഈ പാടത്ത് മുഴുവനും ബീട്രൂട്ട് കൃഷിയാണ്. ഹലോ ഹലോ, ബിസിയാണോ? ഓക്കെ. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ബീട്രൂട്ട് പാടാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ. കണ്ടിട്ടില്ലാത്തൊരു കണ്ടു. ഇതിന്റെ താഴെയാണ് ബീട്രൂട്ട് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഇലയും എല്ലാം കണ്ടുമെല്ലാം നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചീര പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇതൊരു കരിമ്പിൻ തോട്ടാട്ടോ. കണ്ടോ, അങ്ങോട്ട് ഏക്കർ കണക്കോളം നീണ്ടു നിൽക്കുന്ന ഒരു കരിമ്പിൻ പാടത്തിൻ്റെ നടുക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കരിമ്പന്നെ ആയിരിക്കൂല്ലേ? ആയിരിക്കണം, ഇല കണ്ടിട്ട് അങ്ങനെയാ തോന്നണേ. ഇത് രാമതുളസി ആട്ടോ, നല്ല മണം. ഇവിടെ നിറയെ ഈ രാമതുളസികളാണ് കേട്ടോ. ഇത് അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കണ്ടോ കറി, ദീപ്തി ചേച്ചി കറിവേപ്പ് കണ്ടപ്പോൾ സന്തോഷമായില്ലേ? കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ വാഴയുണ്ട് കണ്ടോ. പിന്നെ വെള്ളം പോണ കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ വെള്ളം പോണ കാണാനായിട്ട്. ചേച്ചി, വാഴയുടെ എല്ലാം എടുക്കണ്ടോ അപ്പം ഉണ്ടാക്കാനായിട്ട്, അട ഉണ്ടാക്കാനായിട്ട്? വാഴക്കൊലൊക്കെ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ. അതന്നെ, ഇത് വാഴയാണാവോ കൊലച്ച് നിൽക്കുന്നത്, അതറിയില്ല. ഇത്തി ചേച്ചി ഈ വെള്ളത്തിൽ കാല് കഴുകാൻ പോവാ. തണുക്കുണ്ടാ? അതെ. ഇത് ഈ ഫാമിലെ ജോലിക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു സ്ഥലമാണ്. ഭയങ്കര ഗ്രീനറി ആട്ടോ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നാട് പോലെ തന്നെ. കണ്ടോ, ഇവിടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഒരു സ്കൂട്ടി കാണുന്നത്. സ്കൂട്ടി ഞാൻ കാണാറില്ല ഇവിടെ വന്ന പിന്നെ. അപ്പം നല്ല രസമുണ്ടല്ലേ. ഇവിടെ കണ്ടോ, വലിയ വലിയ മത്തങ്ങകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് കേട് വന്നതാണ്. ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. ഇതെന്തോ പ്രാണിയല്ല, എന്തോ ജീവി കടിച്ചു തിന്നിട്ടുണ്ട്. അതെ അല്ലേ. അവിടെ നോക്കിയേ. ശരിയാ. ഇതെന്തായിരിക്കും കടിച്ചിട്ടുണ്ടാവുക? ഓ, ഇവിടെ എലിയൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അവിടെ കണ്ടോ സുഹൃത്തുക്കളെ, അത് ബീട്രൂട്ടിൻ്റെ ഫാം തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, എന്താ വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. അവിടെ കുറേ ഗ്രീൻ ഹൗസസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ നിറയെ കുമ്പളവും അതുപോലെ തന്നെ മത്തങ്ങയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുറകിൽ കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ ബ്രോക്കോളി. ഇത് നിറച്ചുണ്ട് ഇവിടെ. ഇതൊരു ബ്രോക്കോളി പാടാണ് കേട്ടോ. അപ്പം ബ്രോക്കോളി മാത്രമല്ല, ഇവിടെ കണ്ടോ മുരിങ്ങയുടെ ഇലയും ഉണ്ട് കേട്ടോ. മുരിങ്ങയുടെ ഇലയും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, കുറേ മുരിങ്ങ മരങ്ങൾ. രസമായിട്ടുണ്ടല്ലേ. ബ്രോക്കോളി ഉണ്ടല്ലോ ആച്ചുൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ആണ് കേട്ടോ.
അച്ചു ഓരോ സീരിയലൊക്കെ കണ്ടിട്ട് അതിൽ ബ്രോക്കലിയുടെ ഡിഷൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ബ്രോക്കലീനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കുട്ടികളിൽ നിന്നും പഠിക്കാൻ പറ്റൂലേ. ഇപ്പോൾ നാട്ടിലൊന്നും ഞാൻ ബ്രോക്കലി അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ബ്രോക്കലി കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. ഇതിൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാ പറ, ഉറക്കെ പറ. ഞാൻ ഇത്ര അടുത്ത് ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒക്കെ ആദ്യമായിട്ട് കാണുവാൻ കേട്ടോ. ഇങ്ങനെ പാടം നമ്മൾ വീട്ടിലൊക്കെ ചട്ടിയിൽ വളർത്തുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പാടം ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പം ഈ ഫാമിൽ കൃഷി ചെയ്ത വെജിറ്റബിൾസ് ആണ് കേട്ടോ അതേ ഈ കാണുന്നത്, കണ്ടോ. ആയിരിക്കണം, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മുഴുവനും ഈ ഫാമിൽ കൃഷി ചെയ്തതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പം ബീട്രൂട്ട് ഉണ്ട്, റാഡിഷ് ഉണ്ട്. ഇതെന്താ ഇത് ചേച്ചി, ഇതെന്താ? സലാഡ് ലീഫ് അതെ, ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കി ആണെന്ന് തോന്നുന്നു. മേത്തി ലീഫ് അല്ലേ? ആ ആ ആ എല്ലാം നടക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഫാമിൽ കൃഷി ചെയ്ത വെജിറ്റബിൾസ് ആണ് കേട്ടോ അതേ ഇവിടെ ഇരിക്കുന്നത്. ഇതേ നമ്മുടെ വാട്ടർമെലണൊക്കെ ഇരിക്കുന്നുണ്ട്, ബ്രോക്കോളി ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാബേജിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയ സുഹൃത്തുക്കളെ, കാബേജ് മാത്രമല്ല കേട്ടോ, കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതെന്തത്? ലൗക്കിയോ? ആ ഹാ ഹാ. ബ്രോക്കലി ഉണ്ട് കേട്ടോ. ഇത് മേടിക്കായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആണ്.